വിശുദ്ധ ഫ്രാൻസിസിൻ്റെ നാമം സ്വീകരിച്ചുകൊണ്ട് പത്രോസിൻ്റെ സിംഹാസനത്തിലേക്ക് ആഗോള കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലേക്ക് ദൈവനിയോഗവും പേറി ഫ്രാൻസിസ് പാപ്പ എത്തിയിട്ട് 12 വർഷങ്ങൾ പൂർത്തിയാകുന്നു. പാപ്പായായി തിരഞ്ഞെടുക്കപ്പെട്ട നിമിഷം മുതൽ ഇന്നോളം ലോകത്തിൽ ഒരാത്മീയ നേതാവ് എന്ന നിലയിൽ ഫ്രാൻസിസ് പാപ്പായ്ക്ക് തൻ്റേതായ ഒരു സ്ഥാനമുറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരി 14 മുതൽ റോമിലെ ജമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട പാപ്പായുടെ ആരോഗ്യാവസ്ഥ മെച്ചപ്പെട്ടു വരികയാണ്. വത്തിക്കാനിൽ കുരിയ അംഗങ്ങൾക്കായി നടന്നുവരുന്ന ധ്യാനത്തിലും പാപ്പ ഓൺലൈനായി പങ്കെടുത്തിരുന്നു. കൂടാതെ മുറിയിലും ചാപ്പലിലുമായി പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയാണ് പാപ്പ. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സകൾ പാപ്പായ്ക്ക് നൽകി വരികയാണെന്നും കഴിഞ്ഞ ദിവസം പകലും പാപ്പായ്ക്ക് ഉയർന്ന തോതിൽ ഓക്സിജൻ നൽകിയെന്നും ആശുപത്രി വൃത്തങ്ങളെ അധികരിച്ച് വത്തിക്കാൻ പ്രസ് ഓഫീസ് വിശദീകരിച്ചു. ആരോഗ്യസ്ഥിതിയിൽ ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിലും പാപ്പായുടെ രോഗബാധ സങ്കീർണാവസ്ഥയിൽ നിന്ന് പൂർണ്ണമായും മാറിയിട്ടില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു.